നമസ്കാരം. നേരം വൈകുന്നേരം ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഗുഡ് ഈവനിങ് പറഞ്ഞ് തുടങ്ങാൻ പറ്റുന്ന ഒരു ദിവസമല്ല ഇന്ന്. കാരണം കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ മിഥുന്റെ വിയോഗത്തിൽ വേദനിക്കുന്നവരാണ്. കേരളം ഒന്നടങ്കം വേദനിക്കുന്നവരാണ്. ആ മിഥുൻ ഇപ്പോൾ ഒരു ഓർമ്മയായി തീർന്നിരിക്കുകയാണ്. മിഥുന്റെ സംസ്കാരം അല്പസമയം മുൻപ് വീട്ടുവളപ്പിൽ നടന്നു. ആടാകെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയാണ് മിഥുന് നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സായാഹ്നം ആരെ സംബന്ധിച്ചും അത് അത്ര സന്തോഷമുള്ള ഒരു സായാഹ്നമല്ല. നമ്മൾ നേരം വൈകുന്നേരം ആരംഭിക്കുന്നു. മിഥുന് എങ്ങനെ നാട് യാത്ര പറഞ്ഞു എന്നത് നമുക്ക് കാണാം. മറ്റു വാർത്തകളും പരിശോധിക്കാം. പ്രേക്ഷകരുടെ ഇഷ്ട സെഗ്മെന്റുകളിലേക്കും പോകാം. ആദ്യം നമ്മൾ പോകുന്നത് മിഥുന്റെ യാത്രയയപ്പിലേക്ക് തന്നെയാണ്. ഫോക്കസ് നമ്പർ 1, മിഥുന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. മിഥുൻ ഇനി കണ്ണീരോർമ്മയാണ്. അനാസ്ഥയുടെ ഇരയായി ജീവൻ നഷ്ടപ്പെട്ട തേവലക്കര സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന് ജന്മനാട് വിട നൽകിയിരിക്കുന്നു. അമ്മയുടെ വരവ് കാത്തിരുന്ന മിഥുൻ ഇന്ന് അമ്മയെത്തിയത് അറിഞ്ഞുപോലും കാണില്ല. കണ്ണു തുറന്ന അമ്മയെ നോക്കിയില്ല. ആ അമ്മ മക്കളെ കാണാൻ കൊതിച്ചിരുന്ന അമ്മയ്ക്ക് അപ്രതീക്ഷിതമായി എത്തേണ്ടി വന്നു. മകന്റെ വിയോഗ വാർത്ത നേരത്തെ തന്നെ അറിഞ്ഞതുകൊണ്ട് ആ സങ്കടങ്ങളൊക്കെയും അനുഭവിച്ചും ഒറ്റയ്ക്ക് അതിനെ അതിജീവിച്ചുമാണ് അമ്മ എത്തിയത്. വിമാനത്താവളം മുതൽ തന്നെ ആ നടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരമ്മ മക്കളെ പോറ്റാനായി അവർ കടൽ കടന്ന് പോകുമ്പോൾ ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങൾ അവരെ നിർബന്ധിച്ചതാകാം. അത് അല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാകാം ഈ 2 മക്കളെ വേർപിരിഞ്ഞ് നിൽക്കാനുള്ളൊരു തീരുമാനം ആ അമ്മ സ്വീകരിച്ചത്. അങ്ങനെ ജീവിത സ്വപ്നങ്ങൾ നിറവേറ്റാനായി കടൽ കടന്നുപോയ അമ്മ മകന്റെ വിയോഗ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് ആ നാട്ടിലേക്ക് ഇന്നെത്തിയത്. ചിലപ്പോഴൊക്കെ അലറി വിളിച്ച് കരയുന്ന സുജയെ നമ്മൾ കണ്ടു. ചിലപ്പോൾ അവർ നിർവികാരതയോടെ നിന്നു. മകന്റെ മൃതദേഹത്തിനടുത്ത് അവർ വറ്റി വരണ്ട കണ്ണുകളുമായി നിൽക്കുന്ന കാഴ്ച ഏവരുടെയും നെഞ്ചു പിളർക്കുന്നതായിരുന്നു. അമ്മയെത്താൻ കാത്തിരുന്ന, മോർച്ചറിക്കുള്ളിൽ കാത്തിരുന്ന, ആ തണുത്ത കൂടിനുള്ളിൽ കാത്തിരുന്ന മിഥുന് അമ്മയെ ഒന്ന് കാണാൻ കണ്ണു തുറന്ന് നോക്കാനായില്ല. അമ്മ അടുത്തിരുന്നു എങ്കിൽ പോലും കുറേ നാളായി മകനെ വിട്ടുപിരിഞ്ഞ അമ്മയ്ക്ക് മകനെ ഒന്ന് തൊടാൻ പോലും ആയില്ല. കുറേ അതിനുശേഷം പൊതുദർശനം അവസാനിക്കാറാകുമ്പോഴാണ് ആ കണ്ണാടിക്കൂട്ടിൽ നിന്നകത്തേക്ക് മകനെ ഒന്ന് തൊടാൻ പോലും സുജയ്ക്കായത്. അവിടെ എത്തിയ എല്ലാവരുടെയും കണ്ണു നനയിക്കുന്ന കാഴ്ചകളായിരുന്നു. വളരെ വികാരനിർഭരമായ കാഴ്ചയായിരുന്നു. അതിനുമപ്പുറം വേദനിപ്പിക്കുന്നതായിരുന്നു മിഥുന്റെ കുഞ്ഞനുജന്റെ അവിടുത്തെ സാമീപ്യം. അവന്റെ കാര്യങ്ങളൊക്കെയും മറ്റുള്ളവരെക്കാൾ അമ്മ വിദേശത്ത് ജോലിക്ക് പോയതോടുകൂടി തന്നെ ഉത്തരവാദിത്വം മിഥുൻ്റേതായി മാറിയിരുന്നു. അവന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് എന്ന് ആ മുത്തശ്ശി അമ്മാമ്മ പറയുന്നത് നമ്മൾ കേട്ടതാണ്. മനു എന്ന അച്ഛൻ്റെ അമ്മ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ കുഞ്ഞനുജനെ നോക്കി വളർത്തിയിരുന്ന ചേട്ടനാണ്. പക്ഷേ ചേട്ടൻ യാത്രയാകുമ്പോൾ അവൻ പക്വതയുള്ള കുട്ടിയായി മാറിയിരിക്കുന്നു. അവൻ അവിടെ നിൽക്കുകയാണ്. അവന് പൂർണ്ണാർത്ഥത്തിൽ ആ വിയോഗത്തിൻ്റെ വേദന അറിഞ്ഞോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ അവൻ അവിടെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അവസാനം ചിതയ്ക്ക് തീ കൊളുത്തി ആ ചേട്ടനെ യാത്രയാക്കിയതും കുഞ്ഞനുജനാണ്. ഇനി ചേട്ടൻ ഇല്ലാതായ സ്കൂളിലേക്ക് അവൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ആ യാഥാർത്ഥ്യം അവൻ അപ്പോഴായിരിക്കും ആ ചേട്ടൻ്റെ വിടവ് എന്താണ് എന്നത് കൂടുതൽ ഇനി മനസ്സിലാക്കുക. നഷ്ടത്തിൻ്റെ ആഴം എന്താണ് എന്നത് ഒരുപക്ഷെ അവൻ അപ്പോഴായിരിക്കും മനസ്സിലാക്കുക. ഇന്നും മിഥുനെ തേടി നിരവധി പേർ അവിടേക്ക് എത്തി. ജനപ്രതിനിധികളെത്തി, MLA-മാരും MP-മാരും എത്തി. അവിടെ നിന്ന് മിഥുൻ അവസാനം സ്വന്തം വീട്ടിലെ പരിമിതികൾക്കുള്ളിൽ വളർന്ന കുട്ടിയാണ്. നമുക്ക് ആ വീടും പരിസരവും ഒക്കെ കാണാം. കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
മനുഭവനം എന്ന് കരിക്കട്ടയിൽ എഴുതി വെച്ച ഒരു വീടാണ്. പണി പോലും പൂർത്തിയാകാത്ത വീടാണ്. അതിൻ്റെ മേൽക്കൂര പലതും ഷീറ്റും മറ്റും ടാർപോളിനുമൊക്കെ വലിച്ചു കെട്ടിയ, അങ്ങനെ ഒരു തരത്തിലും പണി തീർന്ന വീട് എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു വീടാണ്. അവിടെ അസൗകര്യങ്ങൾക്ക് നടുവിലായിരുന്നു മിഥുൻ. തൻ്റെ ജീവിത സ്വപ്നങ്ങൾ മാത്രമായിരുന്നു ആ കുഞ്ഞിന് കൂട്ട്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണെങ്കിലും വലിയ സ്വപ്നങ്ങളായിരുന്നു മിഥുനുണ്ടായിരുന്നത്. രാജ്യത്തെ സേവിക്കുന്ന സൈനികനാകണമെന്നതായിരുന്നു മിഥുൻ്റെ ആഗ്രഹം. NCCയിൽ ചേരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ആ കുട്ടി തേവലക്കര സ്കൂളിലേക്ക് എത്തുന്നത്. അതൊരു പ്രധാനപ്പെട്ട ആ തീരുമാനം, ആ സ്കൂളിലേക്ക് എന്ന തീരുമാനം, അത് NCC കേഡറ്റ് ആവുക എന്ന തീരുമാനത്തിൽ നിന്നുണ്ടായതാണ്. പക്ഷേ അങ്ങനെ NCC കേഡറ്റ് ആകാനും പിന്നീട് രാജ്യം സംരക്ഷിക്കുന്ന സൈനികനാകാനും ഒക്കെ ആഗ്രഹിച്ച മിഥുന് സ്വന്തം ജീവൻ ആ സ്കൂളിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് രാവിലെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും 11 മണിയോടെയാണ് മിഥുൻ്റെ മൃതദേഹം സ്കൂളിൽ, തേവലക്കരയിലെ സ്കൂളിൽ എത്തിച്ചത്. മിഥുൻ അവസാനമായി എത്തിയ, കൂട്ടുകാർക്കൊപ്പം കളിച്ച, കൂട്ടുകാരൻ്റെ ചെരുപ്പ് വീണപ്പോൾ അവന് വേണ്ടി ആ ചെരുപ്പ് എടുക്കാൻ പോയ മിഥുൻ ആ സ്കൂളിലേക്ക് ഇന്ന് അവസാനമായി എത്തി. ഉച്ചയ്ക്ക് 1 മണിവരെ മിഥുൻ സ്കൂളിലുണ്ടായിരുന്നു. അവിടെ പൊതുദർശനത്തിലായിരുന്നു. തേവലക്കര സ്കൂളിൽ നടത്തിയ പൊതുദർശനത്തിൽ നൂറുകണക്കിന് പേർ എത്തിച്ചേർന്നു. ആശുപത്രിയിൽ നിന്ന് സ്കൂളിലേക്കുള്ള യാത്രാമധ്യേയും റോഡിൻ്റെ ഇരുവശവും മിഥുനെ അവസാനമായി കാണാൻ നാടൊന്നാകെ ഒഴുകിയെത്തി. ആ കൊച്ചുമകൻ്റെ ചേതനയറ്റ ശരീരം കണ്ട് മിഥുൻ്റെ പിതാവിൻ്റെ അമ്മ മണിയമ്മയും തളർന്നു വീണു. ഒടുക്കം അവരെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. കൂട്ടുകാരും ടീച്ചർമാരും ഒക്കെ മിഥുനെ അവസാനമായി കാണാൻ ഒഴുകിയെത്തി. എല്ലാവരും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയാണ് നൽകിയത്. മിഥുനെ കണ്ട് മറയുന്ന ആർക്കും കരയാതെ, നെഞ്ചു പിടയാതെ അവിടെ നിന്ന് പോകാനായില്ല. മിഥുന്റെ മൃതദേഹം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ എത്തിയ ക്ലാസ് ടീച്ചർ റൂബി കുഴഞ്ഞു വീഴുന്നത് നമുക്ക് കാണാമായിരുന്നു. മിടുക്കനായ കുട്ടി, ജീവിത സ്വപ്നങ്ങളുള്ള കുട്ടി, മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരോട് സഹായിക്കാനുമൊക്കെ മുന്നിട്ട് നിന്ന കുട്ടി. നമുക്കറിയാം, പഠിക്കുന്ന കുട്ടികൾ ഒരു പക്ഷേ ക്ലാസ്സിൽ ഒരുപാടുണ്ടാകും. അവർക്കൊന്നും തന്നെ ഒരു പക്ഷേ ഒരു കൂട്ടുകാരൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ കൂട്ടുകാരന് വേണ്ടി, മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടിയൊക്കെ എന്തും ചെയ്യാനും അവർക്കൊപ്പം നിൽക്കാനും കഴിയുന്ന ഒരു സുഹൃത്തായിരുന്നു എല്ലാവരെ സംബന്ധിച്ചും മിഥുൻ. അതുകൊണ്ട് തന്നെ മിഥുൻ്റെ വിയോഗത്തിൽ കൂട്ടുകാരുടെ വേദന വളരെ വലുതാണ്. അവരൊക്കെ പറയുകയാണ്, മിഥുൻ പോകുമ്പോൾ എന്നാ വേണ്ട, പോകണ്ട, അതിലേക്ക് കയറണ്ട, ഷീറ്റിലേക്ക് കയറേണ്ട എന്നൊക്കെ തങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ ഒന്നുകൂടി പറയാൻ പറ്റിയിരുന്നെങ്കിൽ, അവനെ പോകാതെ അവൻ്റെ യാത്ര, അവൻ അങ്ങോട്ട് പോകുന്നത് തടയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആ കുട്ടികൾ ഇന്ന് പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ഓരോരുത്തർക്കും വേദനയാണ്. അങ്ങനെ ചെയ്തെങ്കിൽ, ഇങ്ങനെ ചെയ്തെങ്കിൽ, അവനെ തടയാൻ പറ്റിയെങ്കിൽ എന്ന്. ആ സ്കൂളിനെ സംബന്ധിച്ച് വലിയ അനാസ്ഥയുണ്ടായിട്ടുണ്ട്, അധികൃതരുടെ ഭാഗത്ത് വലിയ അനാസ്ഥയുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും നല്ല അധ്യാപകരാണ്, കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന, അവരെ ശ്രദ്ധിക്കുന്ന, അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന നല്ല അധ്യാപകരാണ് എന്ന് പറയുന്ന പേരൻസിനെ നമ്മൾ കണ്ടു. അവിടെ പലരും ആ തരത്തിൽ തന്നെ അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചും മിഥുനെന്ന പഠിക്കാൻ ആഗ്രഹമുള്ള, ജീവിതത്തിൽ ലക്ഷ്യങ്ങളുള്ള കുട്ടി, അവരെ സംബന്ധിച്ചും അങ്ങനെ ഒരു കുട്ടിക്ക് അവരുടെ കൂടി അശ്രദ്ധയിൽ ജീവൻ നഷ്ടമാകുമ്പോൾ അത് അവരെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ടീച്ചർമാരെ നമ്മൾ കണ്ടു. അതിലൊന്നാണ് മിഥുൻ്റെ ക്ലാസ് ടീച്ചർ റൂബി ടീച്ചർ. അവർ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നവരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പ്രിയ കൂട്ടുകാരുടെയും അധ്യാപകരുടെയും ഒക്കെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങിയ മിഥുൻ്റെ മൃതദേഹം അവിടെ നിന്ന് വിലാപയാത്രയായാണ് വിളന്തറയിലെ വീട്ടിലേക്ക് എത്തിച്ചത്. പ്രിയപ്പെട്ട മകനെ അവസാനമായി കാണാൻ വിദേശത്തു നിന്നെത്തിയ അമ്മയുടെ നെഞ്ച് പൊട്ടിയുള്ള കരച്ചിലാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ആ നാടിനെ ആകെ തീരാ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു സുജയുടെ ആ അവസ്ഥ. ഇളയ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മൃതദേഹത്തിനരികിൽ സുജ ഇരുന്നത്. ചിലപ്പോഴൊക്കെ അവർ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. മറ്റു ചിലപ്പോൾ അവരുടെ കണ്ണ്, വറ്റി വരണ്ട കണ്ണ്
ഒരു കണ്ണുനീര് പോലും വരാതെ നിർവികാരയായവർ ഇരിക്കുന്നതും കണ്ടു. അവിടെ ഒഴുകിയെത്തിയ ഉറ്റവരെയും നാട്ടുകാരെയും കൊണ്ട് അവർക്ക് ആ വീടിന് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത അത്രയും പേരാണ് അവിടേക്ക് ഒഴുകിയെത്തുന്നത്. അതിന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ കണ്ടതാണ്. മിഥുൻ്റെ വിയോഗ വാർത്ത കേരളത്തെ ആകെ ഞെട്ടിച്ച അന്ന് മുതൽ തന്നെ ആ ചെറിയ വീട്ടിലേക്ക് ആളുകളുടെ ഒഴുക്കായിരുന്നു. മിഥുനെ കണ്ട് അലമുറയിട്ട് കരഞ്ഞ പിതാവ് മനുവിൻ്റെ കാഴ്ചയും തീരാ നൊമ്പരമായി മാറി. വീട്ടിലെ പൊതുദർശനത്തിൽ ഓരോ നിമിഷവും ആളുകൾ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ മൃതദേഹം അവിടെ നിന്ന് സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിനടുത്ത് ഒരുക്കിയ ചിതയിലേക്ക് മാറ്റി. മിഥുൻ ഒരു ഓർമ്മയായി മാറുകയാണ്. മിഥുൻ തനിയെ യാത്രയായതല്ല. നമുക്കറിയാം, അവൻ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ സ്കൂളിൽ അവൻ്റെ കൂട്ടുകാർക്ക് മുന്നിൽ നമ്മുടെ സംവിധാനങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പരാജയത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കുട്ടിയാണ് മിഥുൻ. ഒരുപാട് സ്വപ്നങ്ങൾ, അവൻ്റേതായ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന, കുടുംബത്തിൻ്റെ സ്വപ്നമായിരുന്ന ആ അമ്മയുടെയും അച്ഛൻ്റെയും മൂത്ത മകനാണ്. അവരുടെ ആദ്യ കുഞ്ഞാണ്. അവരുടെ എത്രയെത്ര നല്ല ഓർമ്മകൾ അത് മാത്രം ബാക്കിയാക്കിയാണ് മിഥുൻ യാത്ര പറയുന്നത്. ഇനി ഒരു കുട്ടിക്കും ഇനി ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയും ആഗ്രഹവും മാത്രമാണ് അവിടെ കൂടിയ എല്ലാവർക്കും ഉള്ളത്. ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത, ആർക്കും താങ്ങാൻ കഴിയാത്ത വേദനയാണ് മിഥുൻ്റെ വിയോഗം. ആ കുടുംബത്തിനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോയ അമ്മ, കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന അച്ഛൻ, തൊഴിലുറപ്പിന് പോകുന്ന അച്ഛൻ്റെ അമ്മ, മുത്തശ്ശി, മിഥുൻ്റെ മുത്തശ്ശി, അങ്ങനെയുള്ള ആ കുടുംബത്തിൻ്റെ തേങ്ങൽ, നഷ്ടം, അതൊക്കെയും കേരളത്തിലെ ഓരോ വ്യക്തികളും നെഞ്ചോട് ചേർക്കുകയാണ്. ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ആ വേദന. ഇനി ഒരാൾക്കും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ്. മിഥുന് കുഞ്ഞനുജൻ യാത്ര അയപ്പ് നൽകുന്നു. ചിതയ്ക്ക് തീ കൊളുത്തിയത് ആ കുഞ്ഞനുജനാണ്. മിഥുൻ്റെ അവസാന യാത്രയിലെ സംസ്കാര ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
അങ്ങനെ കുഞ്ഞു മിഥുൻ യാത്രയായിരിക്കുന്നു. ഒരു നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി അവരുടെ കുടുംബത്തിന്റെ പ്രതീക്ഷകളൊക്കെ ബാക്കിയാക്കി മിഥുൻ യാത്രയായി. അപ്പോഴും മിഥുന്റെ ജീവനെടുത്ത സിസ്റ്റം വീഴ്ചയിൽ എന്ത് നടപടിയുണ്ടായി എന്ന ചോദ്യം ബാക്കിയാണ്. സ്കൂളിന്റെ പ്രഥമ അധ്യാപികയുടെ സസ്പെൻഷൻ മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. KECBയുടെ നടപടി വൈകും എന്നതാണ് മനസ്സിലാകുന്നത്. സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ നടപടി ഉണ്ടാകൂ എന്നതാണ് മനസ്സിലാകുന്നത്. മരണത്തിനിടയാക്കിയ വൈദ്യുതി ലൈനുകൾ ഇന്ന് KECB നീക്കം ചെയ്യും എന്നതായിരുന്നു അറിയിച്ചിരുന്നതെങ്കിൽ ഇതുവരെയും അതുണ്ടായിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. സ്കൂളുകളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച സൈക്കിൾ ഷെഡിന് മുകളിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് മിഥുന്റെ മരണം സംഭവിച്ചത്. ഈ അനധികൃത നിർമ്മിതിക്ക് പിന്നിൽ ആരാണ്? അനുമതി കൊടുത്തത് ആരാണ്? ഇവരൊക്കെ കുറ്റക്കാരല്ലേ? അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ? ഈ ചോദ്യങ്ങളൊക്കെ ബാക്കിയാണ്. മിഥുൻ യാത്ര പറഞ്ഞു പോകുമ്പോൾ ആ കുടുംബത്തിന് നൽകിയ സഹായം എണ്ണി എണ്ണി പറയുന്നുണ്ടായിരുന്നു ഇന്ന് മന്ത്രി. പക്ഷേ സഹായങ്ങൾ ആ ദുരന്തത്തിൽ ഒരു ചേർത്തുപിടുത്തലിന്റെ കാരണം മാത്രമാണ്. ഒരിക്കലും അവർക്കുണ്ടായ നഷ്ടത്തിന് പരിഹാരമല്ല. നഷ്ടത്തിൽ അപരിഹാര്യമായ നഷ്ടമാണ് ആ കുടുംബത്തിനുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കണക്ക് പറച്ചിലുകളല്ല ആവശ്യം. ആ കുടുംബത്തിന് നീതി കിട്ടണമെങ്കിൽ കുറ്റക്കാരായവർക്കെതിരെ ശക്തമായ നടപടിയാണ് ഉണ്ടാകേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ആവർത്തിച്ചു പറഞ്ഞ മന്ത്രി അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നോ എന്ന സൂചിപ്പിക്കുന്നതായിരുന്നു ഇന്നത്തെ വാക്കുകൾ. അതുണ്ടാകരുത് എന്നതാണ് അഭ്യർത്ഥന. മാത്രവുമല്ല, ഈ മിഥുൻ, ആ കുഞ്ഞ് സിസ്റ്റം വീഴ്ചയുടെ ഒരു രക്തസാക്ഷിയാണ്. ഇനി ഒരു മിഥുൻ ഉണ്ടാകരുത്. ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ ഒരു പാഠമായിരിക്കണം ഈ സംഭവം. നമ്മൾ ഇനി അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. ഫോക്കസ് നമ്പർ 2, വെള്ളാപ്പള്ളിയുടെ പ്രൊഡക്ഷൻ ചലഞ്ച്. വീണ്ടും വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. നേരത്തെ മലപ്പുറം സംബന്ധിച്ച് ഒരു പരാമർശം നടത്തി വലിയ വിവാദം ഉണ്ടായതാണ്. അതിന് പിന്നാലെയാണ് മലപ്പുറത്തിനെ ചൂണ്ടി, മുസ്ലിം സമുദായത്തെ ചൂണ്ടി, മുസ്ലിം ലീഗിനെ ചൂണ്ടിയുള്ള വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ. ലീഗ് സീറ്റ് കൂട്ടിയത് പ്രൊഡക്ഷൻ കൂട്ടിയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടി ആണ് ലീഗ് സീറ്റ് കൂട്ടുന്നത്, അതിലൂടെ മുഖ്യമന്ത്രി സ്ഥാനമാണ് ലക്ഷ്യമിടുന്നത് എന്നതാണ് വെള്ളാപ്പള്ളി ഉയർത്തുന്ന വിമർശനം. ഇതിന് കൂട്ടുപിടിച്ചത് പണ്ട് VS അച്യുതാനന്ദൻ എപ്പോഴോ പറഞ്ഞ ഒരു പരാമർശമാണ്. നമ്മുടെ സംസ്ഥാനം മുസ്ലിം ഭൂരിപക്ഷമാകുമെന്നും ആ മുസ്ലിം ഭൂരിപക്ഷം ആകാൻ VS പറഞ്ഞ കാലമൊന്നും വേണ്ട എന്നും അത് സമീപ ഭാവിയിൽ തന്നെ മുസ്ലിം ഭൂരിപക്ഷമായി മാറും എന്നും ഉള്ള ഒരു വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത്. നേരത്തെ അദ്ദേഹം നടത്തിയ മലപ്പുറം പരാമർശം, അവിടെ അതൊരു പ്രത്യേക രാജ്യമാണ്, സ്വതന്ത്രമായി ശ്വസിക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത ഇടമാണ് മലപ്പുറം പരാമർശമാണെന്നാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇത്തവണയും അതിലും കൂടിയ പരാമർശങ്ങൾ നടത്തുന്നു. മുസ്ലിം സമുദായത്തെ തന്നെ ലക്ഷ്യമിടുന്നു. വെള്ളാപ്പള്ളിയുടെ ആ വിവാദ പരാമർശങ്ങൾ കണ്ടതിന് ശേഷം തിരിച്ചെത്താം. ഇവിടെ മതേതരത്വം, ഇവിടെ മതാധിപത്യമായി കഴിഞ്ഞു. എന്തിനേറെ പറയുന്നു? VS അച്യുതാനന്ദൻ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് പറഞ്ഞു, അദ്ദേഹത്തിന് ഇപ്പോൾ ഓർമ്മയില്ല, അവിടെയൊക്കെയാണ് ആരോഗ്യമായിട്ടിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു 40ഓടുകൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാകും. അപ്പം അതുവരെ എത്തുന്ന കാര്യം വേണ്ടിവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം തന്നെ നമ്മുടെ നിയോജകമണ്ഡലങ്ങളിൽ നോക്കിയപ്പോൾ ആലപ്പുഴ 2 കുറഞ്ഞു. അതായത് പ്രൊഡക്ഷൻ കുറച്ച് സ്ത്രീകളും പുരുഷനും കൂടെ ചേർന്ന് നമ്മളില്ലേ ഹിന്ദുക്കളല്ലേ, ബോധം കുറവല്ല, നമ്മളങ്ങോട്ട് പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ ജനസംഖ്യ കുറഞ്ഞ് 2 സീറ്റ് കുറഞ്ഞു. അതിനകത്ത് മലപ്പുറത്ത് 4 സീറ്റ് അങ്ങ് കയറി. അപ്പോൾ വാശിയായിട്ട് അവർ പ്രൊഡക്ഷൻ കയറ്റി ജനസംഖ്യ കൂട്ടി. എങ്ങനെ നടക്കുന്ന കാര്യം കൊണ്ട് പൊന്നു പെങ്ങന്മാരെ പ്രൊഡക്ഷൻ കുറയ്ക്കല്ലേ, പണി പോക്കാം. നമ്മൾ വലിയ ആദർശം പറഞ്ഞ് വെള്ളത്തിലാകുന്ന രീതിയിലാണ് പോകുന്നത്. ഇനി എല്ലാവരായി പോകും.
ഇപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടി എല്ലാം സ്വന്തമാക്കുന്നു എന്ന ആക്ഷേപമാണ് മുസ്ലിം സമുദായത്തിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ലീഗിനെ ചൂണ്ടിയാണെന്ന് പറയുന്നത്, മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്നു എന്ന് പറയുന്നു. നേരത്തെ മലപ്പുറം പരാമർശം ന്യായീകരിക്കാനും ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ തയ്യാറെടുത്തു എന്നത് നമ്മൾ കാണണം. താൻ പറഞ്ഞത് സത്യമാണ് എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ മുസ്ലിം സമുദായങ്ങളെ ചൂണ്ടിക്കാട്ടി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്, മുസ്ലിം സമുദായങ്ങൾ എന്ത് തീരുമാനമെടുത്താലും അവിടെ പോയി മലപ്പുറത്ത് പോയി അവരോട് അനുവാദം ചോദിക്കേണ്ടുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഒന്ന് സൂംബ ഡാൻസ്, മറ്റൊന്ന് സ്കൂൾ സമയക്രമം. ഇതിൽ രണ്ടിലും ആണ് മുസ്ലിം സമുദായങ്ങളോടുള്ള വിയോജിപ്പും വെറുപ്പും അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. കാരണം കാന്തപുരത്തിനോട് അനുവാദം മേടിക്കേണ്ടി വരുന്നു. മാത്രവുമല്ല, കോടതിയുടെ ഉത്തരവുണ്ട് എങ്കിൽ പോലും അവിടെ പോയി അനുവാദം മേടിച്ചാൽ മാത്രമേ അത് നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. സർക്കാർ ആരെങ്കിലും ഇരിക്കാൻ പറഞ്ഞാൽ അവർക്ക് മുന്നിൽ കിടക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളതെന്നും കുറ്റപ്പെടുത്തുന്നു വെള്ളാപ്പള്ളി. കാന്തപുരം പറയണത് നോക്കി ഭരിച്ചാൽ മതി കേരള ഗവൺമെന്റ് എന്ന നിലയിലേക്ക് എത്തിയില്ലേ? സ്കൂളിലെ കുട്ടികൾക്ക് ഈ സൂംബ നൃത്തം ഗവൺമെന്റ് കൊണ്ടുവന്നു. ഗവൺമെന്റ് എന്ത് നിയമം കൊണ്ടുവന്നാലും അതിപ്പോ മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് ചെയ്തില്ല എങ്കിൽ അത് കുഴപ്പമായി. സൂംബയ്ക്ക് എന്താ കുഴപ്പം? നല്ലപോലെ ഡ്രസ്സിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയെല്ലാം മറന്ന രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു പരിഷ്കാരമാണ് ഈ ഗവൺമെന്റ് കൊണ്ടുവന്നത്. ആ ഗവൺമെന്റും ഈ ഗവൺമെന്റ് കൊണ്ടുവന്നു എന്നുള്ളതിന്റെ പേരിൽ ഉടനെ മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പുറം നിൽക്കുന്ന ഗവൺമെന്റ് എന്താണ്? അവര് ഇരിക്കാൻ പറഞ്ഞ അപ്പം കടന്നുകൊള്ളും. അതായി സ്ഥിതി. എന്തിനേറെ ഈയിടെ തന്നെ നിങ്ങൾ കണ്ടില്ലേ എന്താണ് ഭരണത്തിനുണ്ടായിരുന്നല്ലോ? സ്കൂൾ സമയങ്ങളിൽ മാറ്റം. സ്കൂൾ സമയങ്ങളിൽ മാറ്റം സർക്കാർ ഒരു കോടതി വിധിയെ പ്രകാരമാണ് ഇപ്പോൾ. അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം ഒരു മാന്യനും മര്യാദക്കാരനാണ്. ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ പരിഷ്കാരമില്ല, കോടതിയുടെ അടിസ്ഥാനത്തിൽ നിർദ്ദേശപ്രകാരം അതൊന്ന് ക്രമീകരിച്ചപ്പോൾ ഉടനെ സമസ്ത പറഞ്ഞെന്താണ്? അത് വേണമെങ്കിൽ പഠനത്തിൻ്റെ സമയമാറ്റം വേണമെങ്കിൽ ഓണവും ക്രിസ്മസും അവധി കൊടുക്കുന്നതിൽ വെട്ടിച്ചുരുക്കി അത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഓണവും ക്രിസ്മസും വെട്ടിക്കൊടുക്കാം. ഇവരുടെ ഒരു അരമണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്യാം. അവരുടെ വേദപാഠം പഠിക്കാനേ പോകാൻ അതൊക്കില്ല. പ്രധാനമായും മുസ്ലിം സമുദായത്തെ, മുസ്ലിം ലീഗിനെ ഉദ്ദേശിച്ചാണ് വെള്ളാപ്പള്ളി ഇന്ന് ഈ യോഗത്തിൽ സംസാരിച്ചത് എങ്കിൽ പോലും ക്രൈസ്തവ സമൂഹത്തെയും വെറുതെ വിട്ടില്ല, കേരള കോൺഗ്രസിനെ വെറുതെ വിട്ടില്ല. കേരള കോൺഗ്രസ് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രവുമല്ല, വിദ്യാഭ്യാസ രംഗത്തിന്റെ അന്തകനാണ് PJ ജോസഫ് എന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. ഈ കേരള കോൺഗ്രസിന്റെ ജനകീയ അടിത്തറയാണ് മുഴുവൻ ക്രിസ്ത്യാനികൾ. അവർ നയിക്കുന്ന ആരാണ്? ബിഷപ്പുമാരല്ലേ. അവരാരുടെ നന്മയ്ക്കാണ് ചെയ്യുന്നത്. അവർ അവരുടെ സമുദായത്തിന് വേണ്ടിയിട്ടാണില്ല. അവർ സാമുദായിക ശക്തി സമാഹരിച്ചുകൊണ്ട് രാഷ്ട്രീയ ശക്തിയായി, രാഷ്ട്രീയ പാർട്ടിയായി, രാഷ്ട്രീയാധികാരം ഇവിടെ കയ്യേറുകയാണ്. കേരള കോൺഗ്രസിന്റെ ജനകീയ അടിത്തറ ഏതാണ്? ക്രിസ്ത്യാനികളാണ്. അതിന് മേമ്പൊടിക്ക് കുറുപ്പിൻ്റെ ചേട്ടൻ്റെ മകനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അത് കുതിരിട്ടാതിരിക്കാൻ വേണ്ടി മതേതരത്വം പറയും. ജോസഫിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാകും? ക്രിസ്ത്യാനി അല്ലാതവരും. അപ്പൊ ഇവരെല്ലാം രാഷ്ട്രീയപരമായി ഉയർന്നപ്പോൾ അവരാർക്കാണ് കൊടുത്തത്? ഇവരെല്ലാം കൊടുത്തതാണ്. MP ഫണ്ട് തന്നെ പരിശോധിച്ചു. ഈ ഫണ്ട് നമ്മുടെ ആളുകൾക്ക് വിട്ടണ്ടേ? ജോസഫ് കിട്ടിയപ്പോൾ ജോസഫ് ആർക്കാണ് കൊടുത്തത്? പള്ളിക്കൂടത്തിൽ അങ്ങേര് അദ്ദേഹം മന്ത്രിയായിരുന്നു. നമ്മുടെ അന്തകനാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ തകർത്ത അന്തകനാണ് PJ ജോസഫ്. അങ്ങനെ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ സെക്രട്ടറി, വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു കണ്ണന്താൻ. ആ കണ്ണന്താനെ പറഞ്ഞറിയാമോ? ഞാൻ 34
കോളേജുകളാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുത്തത്. എന്നിട്ട് അവന്മാരാരും എന്നോട് നന്ദി കാണിക്കില്ല. എന്ത് പറയാം, അന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. 34 എടുത്തപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ശക്തമായി എതിർത്തപ്പോൾ ജോസഫ് പറഞ്ഞ് അങ്ങനെ എതിർത്താൽ ഞാൻ രാജിവെച്ചു പോകും. അങ്ങനെ രാജിവെച്ചു പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഗവൺമെൻറ് അനങ്ങില്ല. ആ 34 ഒറ്റടിക്ക് ഈ കണന്താനവും വിജയവിശ്വാസത്തിൽ ചേർന്ന് സ്വന്തം സമുദായത്തിന് കൊടുത്തു എന്ന് മാത്രമല്ല, ആ വിദ്യാഭ്യാസ പരിഷ്കാരം, ആ പരിഷ്കാരത്തിൻ്റെ രക്തസാക്ഷിയാണ്. ആദ്യം കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ കോളറ കോൺഗ്രസ് ഉണ്ടാകുന്നത് തന്നെ ശങ്കറിനെ അധികാരത്തിൽ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് പിന്നെ വളരുകയും ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഈ രാഷ്ട്രീയ കക്ഷി അവിടെ ആർക്ക് വേണ്ടിയിട്ടാണ്? അവരൊറ്റ സമുദായത്തിൽ, ബേസിക്കലി അവരൊറ്റ സമുദായത്തിൽ. എന്തായാലും ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ എന്ന് വിശദീകരിക്കുന്ന വെള്ളാപ്പള്ളിയുടെ കയ്യിൽ പരിഹാര നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. അത് നമ്മൾ അല്പം മുമ്പ് കേട്ടു. പെങ്ങന്മാരെ നിങ്ങൾ പ്രൊഡക്ഷൻ കുറയ്ക്കരുത് എന്നതാണ് കോട്ടയത്തെ SNDP യോഗം പരിപാടിക്ക് എത്തിയ പെങ്ങന്മാരോട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടി മാത്രമേ നമുക്കൊരു ബാർഗൈനിങ് പവർ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. മാത്രവുമല്ല, ഒരു രാഷ്ട്രീയ ശക്തിയായി മാറണമെന്ന കാര്യം കൂടി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. കാരണം അങ്ങനെ മാത്രമേ നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രമാദമായ നായർ മുതൽ നായാടി വരെയുള്ള ഒന്നിക്കലിന്റെ ആവശ്യകത അദ്ദേഹം ഇന്നും ഈ യോഗത്തിൽ ആവർത്തിച്ചു പറഞ്ഞു. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്കെ വരാനിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വെള്ളാപ്പള്ളി ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. സീറ്റുകളുടെ എണ്ണം ചൂണ്ടിക്കാട്ടുന്നത് ആലപ്പുഴയിൽ ഇപ്പോൾ 2 കുറഞ്ഞു, മലപ്പുറത്ത് അപ്പോൾ സീറ്റ് കൂടുന്ന സാഹചര്യം എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ സമൂഹം, നമ്മുടെ സമുദായം ഒന്നിച്ച് നിൽക്കണം, ഇതിനെതിരെ പോരാടാൻ. അങ്ങനെ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറണം, പാർട്ടികൾക്കുള്ളിൽ നമ്മൾ അങ്ങനെ ഒരു സ്വാധീന ശക്തിയായി മാറിക്കൊണ്ട് ഇതിന് പരിഹാരം കാണണമെന്ന ഉപദേശമാണ് വെള്ളാപ്പള്ളി ഈ യോഗത്തിൽ വെച്ചത്. നമ്മളാരും അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ അവകാശത്തിന് വേണ്ടി, രാഷ്ട്രീയ അവകാശത്തിന് വേണ്ടി പോരാടുന്ന സ്വഭാവമില്ല. നമ്മൾ ഓരോരോ അക്ഷരത്തിലും വിശ്വസിക്കും. ആ വിശ്വസിക്കുന്ന പാർട്ടിക്കാർ അവർ ആരെങ്കിലും നിർത്തും, അവർക്ക് വോട്ട് ചെയ്യും. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് അധികാരത്തിൽ ഈ അറസ്റ്റിന് പ്രാതിനിധ്യം കിട്ടണം. ആ പ്രാതിനിധ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ പാർട്ടിയിലും നിങ്ങളുടേതായ അവകാശങ്ങൾ ഉന്നയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന വാർഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ, ആ വാർഡിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഞങ്ങൾക്ക് സീറ്റ് തരണം. അങ്ങനെ നമ്മുടെ സഹോദരി സഹോദരന്മാരെ അധികാരത്തിൽ ഏതെല്ലാം പാർട്ടിക്ക് ഏതെല്ലാം സ്ഥലങ്ങളിൽ എത്തിക്കാൻ സാധിക്കുമോ അതെത്തിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് അർത്ഥമില്ല. രാഷ്ട്രീയ പാർട്ടിയായി ഓരോരുത്തരും അവരുടേതായ ഭാഷയിൽ നിന്നുകൊണ്ട് തന്നെ പോരാടി അവരുടേതായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു സാമൂഹ്യ നീതി നേടാൻ സാധിക്കൂ. സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് വെള്ളാപ്പള്ളി യോഗത്തിൽ പിന്നീട് നൽകിയത്. നമുക്കറിയാം, മലപ്പുറം പരാമർശം വിവാദമായതിനു ശേഷം മുഖ്യമന്ത്രി ഈ വെള്ളാപ്പള്ളി നടേശൻ 30 വർഷം ഈ യൂണിയൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിന്റെ വാർഷികത്തിൽ പങ്കെടുക്കാൻ എത്തുമോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ആ യോഗത്തിനെത്തി. മതത്തിനെതിരെ അല്ല വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഒരു രാഷ്ട്രീയ സംഘടനയ്ക്കെതിരെയുള്ള പരാമർശം എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. എന്തായാലും ആ പ്രോത്സാഹനം കൂടിയാകും കൂടുതൽ കടുത്ത വിദ്വേഷപരമായ പരാമർശങ്ങൾ നടത്താൻ വെള്ളാപ്പള്ളി നടേശന് പ്രേരണയായിരിക്കുന്നത്. എന്തായാലും ഇതിലും ഇനി അഭിപ്രായങ്ങൾ ഉണ്ടാകും, പലരും അഭിപ്രായം പ്രകടിപ്പിക്കും. അത് എങ്ങനെയൊക്കെയാണ് എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമ്മൾ പോകുന്നു ഫോക്കസ് നമ്പർ 3യിലേക്ക്. അധികാരികളെ തിരുത്തി ന്യൂസ് 18. അധികാരികളുടെ കണ്ണ് തുറപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് 18. നമുക്കറിയാം, ഈ മലപ്പുറം വളാഞ്ചേരിയിൽ സർവീസ് റോഡിന് വേണ്ടിയുള്ള കാവുപുറം നിവാസികളുടെ ഒരു വലിയ കാത്തിരിപ്പുണ്ടായിരുന്നു. ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അവർക്ക് അവിടേക്ക് തിരിച്ചെത്തണമെങ്കിൽ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ടുന്ന ഒരു ദുരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സർവീസ് റോഡിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പ്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നത് ന്യൂസ് 18
അത് കണ്ടെത്തുകയും അവരുടെ പ്രശ്നങ്ങൾ അറിയുകയും പഠിക്കുകയും അത് അധികാരികൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു അഭിമാന നിമിഷം കൂടിയാണ് ഞങ്ങൾക്ക് ഈ നിമിഷം. കാരണം കാവുപുറം നിവാസികളുടെ സർവീസ് റോഡിനായുള്ള കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അവരുടെ പോരാട്ടം വിജയം കണ്ടിരിക്കുകയാണ്. ദേശീയപാത വഴിയടച്ച വളാഞ്ചേരി കാവുപുറം നിവാസികളുടെ ദുരിതയാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇത് സംബന്ധിച്ച് 2 തരത്തിലാണ് ഇടപെടലുകൾ നടത്തിയത്. ഞങ്ങളുടെ പ്രോഗ്രാമുകളിൽ ഈ വിഷയം കൊണ്ടുവന്നു. ഞാനുണ്ടിവിടെ ചോദിക്കാൻ എന്ന പ്രോഗ്രാമിൽ ഈ വിഷയം സമഗ്രമായി തന്നെ എടുത്തു. എന്താണ് അവരുടെ പ്രശ്നമെന്ന് എന്നത് അധികാരികളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഒപ്പം വാർത്താ റിപ്പോർട്ടുകളായും ആ വിഷയം എടുത്തിരുന്നു. ഇപ്പോൾ എന്തായാലും അവർക്ക് സർവീസ് റോഡ് ലഭിച്ചിരിക്കുകയാണ്. വളാഞ്ചേരിയിൽ ദേശീയപാത 66-ൽ 6 പാതയുടെ ഭാഗമായുള്ള സർവീസ് റോഡ് വട്ടപ്പാറയിൽ നിന്നും കാവുംപുറത്തേക്ക് തുറന്നു നൽകാനാണിപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരു നാട് മുഴുവൻ ചുറ്റി പ്രദേശവാസികൾക്ക് വീട്ടിലേക്ക് എത്തേണ്ടുന്ന ഗതികേട് ഇതോടുകൂടി അവസാനിക്കും. നേരത്തെ സ്വന്തം വീട്ടിലേക്കും തൊഴിലിടത്തിലേക്കും മീറ്ററുകൾ മാത്രം ദൂരം ചെയ്യേണ്ട സ്ഥലത്ത് കിലോമീറ്ററുകൾ ചുറ്റി വരേണ്ടുന്ന സാഹചര്യമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനാണ് പരിഹാരമുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രശ്ന പരിഹാരം ഉണ്ടായത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ, പുതിയ ദേശീയപാതയിൽ വട്ടപ്പാറ പാലം തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് കാവുംപുറം വളാഞ്ചേരി ഭാഗത്തേക്കുള്ള എക്സിറ്റ് സർവീസ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കും. ഇതുവഴി വളാഞ്ചേരിയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. അങ്ങനെയാണ് ഈ പ്രശ്ന പരിഹാരം. നിർദ്ദിഷ്ട അലൈൻമെന്റിൽ വട്ടപ്പാറ മുകൾ ഭാഗത്തുണ്ടായിരുന്ന ഈ എക്സിറ്റ് റോഡ് നിർമ്മാണം ജനപ്രതിനിധികളോടും പ്രദേശവാസികളോടും പ്രാദേശിക ഭരണ സംവിധാനങ്ങളോടും ആലോചിക്കാതെയാണ് കമ്പനി ഉപേക്ഷിച്ചിരുന്നത്. ഈ നീക്കം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹൈവേ പ്രോജക്ട് ഡയറക്ടർ പ്രവീൺ വട്ടപ്പാറയിൽ നിർമ്മാണ സ്ഥലം സന്ദർശിച്ചത്. നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് അബ്ദുൽ സമദ് സമദാനി വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രോജക്ട് ഡയറക്ടർ പ്രവീൺ സർവീസ് റോഡ് അനുമതി ആയ വിവരം അറിയിക്കുകയായിരുന്നു. ഈ എസ്റ്റിമേറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് പ്രവൃത്തി തുടരുമെന്ന് അദ്ദേഹം MPയെ അറിയിച്ചിട്ടുമുണ്ട്. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കലാണ് ഇതിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. ദിവസങ്ങളിൽ വളാഞ്ചേരിക്കാർക്ക് സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കുള്ള ആശങ്കയാണ് പരിഹരിച്ചത്. ഏറ്റവും വലിയ ഒരു ആശങ്കയാണ്, ചെറിയ ഒരു കാര്യം തന്നെ. നാഷണൽ ഹൈവേയുടെ പുതിയ പാത വന്നത് നമുക്കറിയാം. ഒരു അക്കീഷ്യ മരങ്ങളുള്ള ഒരു കുന്നുണ്ടായിരുന്നു. ആ കുന്ന് നേരത്തെയുള്ള അലൈൻമെൻറ്റിന് വ്യത്യസ്തമായിട്ട് വ്യതിചലിച്ചുകൊണ്ടാണ് ആ കുന്ന് നെടുകെ പിളർത്തിക്കൊണ്ട് പുതിയ ഹൈവേ പോയത്. ഹൈവേയുടെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലെത്തുന്ന സമയത്താണ് സർവീസ് റോഡ്, നിലവിലുള്ള സർവീസ് റോഡ് ഈ പഴയ ഈ ഹൈവേയുമായിട്ട് ബന്ധിക്കുന്നില്ല എന്നുള്ള വിവരം അറിയുന്നത്. മെയ് മാസത്തിൽ തന്നെ ഈ വിവരം ബന്ധപ്പെട്ട NRC അധികൃതർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അധികാരികൾക്ക് മുമ്പിൽ നാഷണൽ ഹൈവേ അതോറിറ്റി, ജനപ്രതിനിധികൾ, MLA, MP, ജില്ലാ കളക്ടർ, ബഹുമാനപ്പെട്ട PWD വകുപ്പ് മന്ത്രിയുടെ ഒക്കെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചു. അത് ജനങ്ങൾക്ക് ഏറെ ആശങ്കയുണ്ടായതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു സമരം നേരത്തെ തന്നെ ഒരു പ്രതിഷേധ സായാഹ്നം ഇവിടെ ജനകീയ കൂട്ടായ്മയോടുകൂടി നടന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് ആരുടെ വിജയമാണ്? ജനകീയ സമിതിയുടെ, അവരുടെ സമരത്തിന്റെ വിജയമാണ് കാവുംപുറത്തുണ്ടായിരിക്കുന്നത്. ജനങ്ങൾ വളരെ ശക്തമായ നിലപാടുകളുമായി ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. അവർക്ക് ഓരോ നിമിഷവും അവർ അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇത്. ആ സമരങ്ങളുടെ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജനപ്രതിനിധികൾ അതിന് അവർക്കൊപ്പം നിൽക്കുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും ഈ സമര വിജയം അവിടുത്തെ നാട്ടുകാർ ന്യൂസ് 18-നുമായി പങ്കുവച്ചു അവരുടെ പ്രതികരണത്തിലേക്ക്. നമ്മുടെ ഈ പ്രദേശത്തെ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട സമയത്ത് തന്നെ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ, ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമയത്ത് യഥാസമയത്ത് ഒറ്റക്കെട്ടായി നമ്മൾ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സമരസമിതി തന്നെ രൂപീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായി അച്ചടക്കത്തോടുകൂടി അത് ബന്ധപ്പെട്ട അധികൃതരുടെ മുന്നിൽ എത്തിക്കുകയും അതിനാവശ്യമായ ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്തു. അതിന് ഏറെ സഹായിച്ചത് നമ്മുടെ ഈ ന്യൂസ് 18 തന്നെയാണ് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പ്രത്യേകം അഭിനന്ദനത്തോടുകൂടി പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വിവരം കൃത്യമായി അധികൃതർ
അധികൃതരെ അറിയിക്കാൻ ന്യൂസ് 18ന്റെ ഈ ഒരു ലൈവ് പരിപാടി ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നല്ല അച്ചടക്കത്തോടു കൂടി എല്ലാ വിഭാഗം ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു സമര സായാഹ്നം സംഘടിപ്പിച്ചു. ആ സമര സായാഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാളുകൾക്കൊക്കെ ഉള്ളിൽ പല ചിന്താഗതികൾ ഉണ്ടെങ്കിൽ പോലും ആ സമരരംഗത്ത് ഈ നാട് ഒരുമിച്ചു എന്നുള്ളത് എല്ലാ വിഭാഗം ആളുകളെയും എല്ലാ പ്രദേശത്തേക്കും നമുക്ക് ഒരു സന്ദേശം നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ സർവീസ് റോഡ് നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായത്. അതുണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ സ്ഥലം MP പ്രത്യേകം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്, MLA പ്രകടിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ നഗരസഭയും തന്നെ ജനപ്രതിനിധികളൊക്കെ തന്നെ ഒരു നാട് ഒന്നിച്ച് നിന്നതിന്റെ ഒരു നേട്ടം തന്നെയാണ് ഇത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാം. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക, അതിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുക, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക, അത് വിജയിക്കുക എന്നത് ഒരു അഭിമാന നിമിഷം തന്നെയാണ്. ന്യൂസ് 18നെ സംബന്ധിച്ച് അങ്ങനെ ഒരു അഭിമാന നിമിഷമാണ് ഇത്. അങ്ങനെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് അതിനുവേണ്ടി നിൽക്കുന്നത് തന്നെയാണ് യഥാർത്ഥ മാധ്യമ ധർമ്മം എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരം ഇടപെടലുകൾ ഇനിയും ന്യൂസ് 18 തുടരും. ഞങ്ങളുടെ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പ്രോഗ്രാം ഇത്തരം പ്രശ്നങ്ങൾ ഇടപെടുന്ന, അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. അതിൻ്റെയും കൂടി ഒരു വിജയമാണ് ഇവിടെ ഇപ്പോൾ കാവുംപുറത്ത് ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നു ഫോക്കസ് നമ്പർ 4, ഒരു ജീവൻ കൂടിയെടുത്ത് കുഴി. തൃശൂർ അയ്യന്തോളിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. ഈ റോഡിലെ കുഴി കണ്ട് ബൈക്ക് വെട്ടിമാറ്റാൻ ശ്രമിച്ച യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെടുന്ന കാഴ്ചയാണ് ഇന്നുണ്ടായത്. ഈ അപകടം നടന്നത് അയ്യന്തോളിലാണ്. ആബേൽ എന്ന യുവാവിനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ബാങ്ക് ജീവനക്കാരനായ ആബേൽ ജോലിക്ക് പോകാനായി ഇറങ്ങിയതാണ്. അപ്പോൾ റോഡിൽ മഴ പെയ്തൊക്കെ കിടക്കുന്ന സാഹചര്യമാണ്. വലിയ കുഴി കണ്ടു, പെട്ടെന്ന് ബൈക്ക് വെട്ടിക്കുകയായിരുന്നു. ആ ബൈക്ക് വെട്ടിച്ചപ്പോൾ പുറകിൽ ബസ് വളരെ വേഗത്തിൽ വരുന്നുണ്ടായിരുന്നു. അമിത വേഗത്തിലായിരുന്നു ബസ് എന്ന് ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. ആ ബസ് വെട്ടിച്ച് മാറ്റിയ ബൈക്കിന് മുകളിലൂടെ കയറി ഇറങ്ങിയാണ് ആബേലിന് ജീവൻ നഷ്ടപ്പെട്ടത്. ബാങ്ക് ജീവനക്കാരനായ ആബേൽ ജോലിക്ക് പോകുന്നതിനിടെ അയ്യന്തോൾ മാർക്കറ്റിന് മുന്നിൽ വെച്ചാണ് ഈ അപകടമുണ്ടായത്. തൃശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്നു ഈ സ്വകാര്യ ബസ്. ബസ്സുകളുടെ അമിത വേഗതയും റോഡിലെ കുഴിയുമാണ് ഈ അപകടത്തിന് കാരണം. നമുക്കറിയാം, കഴിഞ്ഞ ജൂണിൽ 27-ാം തീയതി പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്ത് സമാനമായ ഒരു അപകടത്തിൽ മരിച്ചിരുന്നു. അമ്മയുമായി ക്ഷേത്രത്തിലേക്ക് സ്കൂട്ടറിൽ പോകുകയായിരുന്നു വിഷ്ണു കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചപ്പോൾ പിന്നാലെ എത്തിയ ബസ് സമാനമായ രീതിയിൽ ഇടിച്ചു കയറി. തൃശൂരിലെ MG റോഡിൽ തന്നെയാണ് ഈ അപകടവും ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ നടക്കുന്ന ഏതാണ്ട് 3ാമത്തെ അപകടമാണ്. കഴിഞ്ഞ വിഷ്ണുദത്തിന്റെ അപകട മരണം സംഭവിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. വ്യാപക പ്രതിഷേധമാണ് ഇന്നും അവിടെ ഉയർന്നത്. ആദ്യം നാട്ടുകാർ ഈ റോഡ് ഉപരോധിക്കുകയും ബസ്സുകൾ തടയുകയും ഒക്കെ ചെയ്തു. കൗൺസിലർ ബെഫി ഡെൻസന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാർ ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധിച്ചത്. കോൺഗ്രസ് BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വിഷ്ണുദത്തിന്റെ മരണമുണ്ടായപ്പോൾ തന്നെ മേയറിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. മേയർക്കെതിരെ ചുവന്ന ചായം തേച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷവും നടപടി ഉണ്ടായില്ല എന്ന ആരോപണം ഉയർന്നു. ഒരു ജീവൻ കൂടി നഷ്ടമായ സാഹചര്യത്തിൽ 2ാമത്തെ മരണത്തിനും മേയർ തന്നെയാണ് ഉത്തരവാദിയെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം നടന്നത്. എന്താണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ള നടപടികൾ എന്നുകൂടി പരിശോധിച്ചാൽ, അയ്യന്തോളിലെ ബൈക്ക് യാത്രക്കാരനായ യുവാവിന്റെ മരണത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പ്, റോഡ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും മോട്ടോർ വാഹന വകുപ്പിനോടുമാണ് റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. അപകടത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയ പൊതുമരാമത്ത് മന്ത്രി പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഫോക്കസ് നമ്പർ
5-ലേക്കാണ്. ഒന്നിക്കുമോ ഇന്ത്യ മുന്നണി? പാർലമെന്റ് സമ്മേളനം 21-ന് തുടങ്ങാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിനെതിരായ എന്തൊക്കെ വിഷയങ്ങളിൽ എങ്ങനെയൊക്കെ പോരാട്ടം സംഘടിപ്പിക്കണം അല്ലെങ്കിൽ ശക്തിപ്പെടുത്തണം എന്നത് ആലോചിക്കാനുള്ള ഇന്ത്യ മുന്നണി യോഗം ചേരുന്നത്. വെർച്വലായാണ് യോഗം ചേരുന്നത്. ആ യോഗത്തിൽ പക്ഷേ തൃണമൂൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല, ഒപ്പം തന്നെ ആം ആദ്മിയും പങ്കെടുക്കുന്നില്ല. ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ ഇന്ത്യ മുന്നണി വിട്ടിരുന്നതാണ്. ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല എന്നത് അവർ വ്യക്തമാക്കിയിരുന്നതാണ്. അതേസമയം മറ്റു ചില അസൗകര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ആരൊക്കെ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകും എന്നതിന്റെ ഒരു കണക്കെടുപ്പ് കൂടിയാണ് ഇന്നത്തെ യോഗം. പഹൽഗാം വിഷയമുണ്ടായതിനു ശേഷം ഓപ്പറേഷൻ സിന്ദൂർ, വിദേശകാര്യ നയം, വോട്ടർ പട്ടികയിലെ സമഗ്ര പരിഷ്കരണം തുടങ്ങി നിരവധി വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാട്, സഭയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനുണ്ടാകേണ്ടുന്ന സാഹചര്യം തുടങ്ങിയവ ഇന്ത്യ സഖ്യം സംസാരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമുണ്ടാക്കിയെങ്കിലും അതിനുശേഷം ഇന്ത്യ സഖ്യം നേതാക്കൾ യോഗം ചേർന്നിട്ടില്ല. ആവശ്യങ്ങളോട് യോജിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസുമായി അഭിപ്രായ ഭിന്നത തുടരുന്ന തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി നേതാക്കൾ ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. തേജസ്വി യാദവും എം കെ സ്റ്റാലിൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ 1-നായിരുന്നു ഇന്ത്യ സഖ്യം പാർട്ടികൾ ഇതിനു മുൻപ് ഔദ്യോഗികമായി യോഗം ചേർന്നത്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് ഈ സഖ്യം രൂപീകരിച്ചതെന്നാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞിരുന്നത്. എന്തായാലും അവർ വിട്ടുപോയതിനു ശേഷമുള്ള യോഗം എന്ന പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗത്തിൽ വന്ന രാഹുൽ ഗാന്ധി CPM-നെയും RSS-നെയും സംയോജിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവന CPM-നെ ചൊടിപ്പിച്ചിട്ടുണ്ട്. CPM ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുമെങ്കിലും ഇതിനെതിരെ ശക്തമായ നിലപാട് യോഗത്തിൽ ഉയർത്തും എന്നതാണ് അറിയുന്നത്. എന്തായാലും അഭിപ്രായ ഭിന്നതകളുണ്ട്. അപ്പോൾ ആ അഭിപ്രായ ഭിന്നതകൾക്കിടയിലും എങ്ങനെ യോജിച്ചു പോകാം എന്നതിന്റെ ഒരു ആലോചനയാകും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവുക. ആരൊക്കെ മുന്നണിക്കൊപ്പം ഉണ്ട് എന്നതിന്റെ ഒരു വ്യക്തമായ സൂചനയും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. നമ്മൾ ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ഒരു കാലത്ത് നമ്മൾ വളരെയധികം ചർച്ച ചെയ്ത കേസുകൾ, അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കുന്നു. എന്നിട്ടെന്തായി? പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിയുടെ മരണം നമുക്കറിയാം. കേരളത്തെ നടുക്കിയതാണ്. കേരളത്തിൽ പല വിധത്തിലുള്ള ചർച്ചകൾ ഉയർത്തിവിട്ടതാണ്. രാഷ്ട്രീയ മാറ്റത്തിന് പോലും വലിയ രീതിയിൽ ഹേതുവായിട്ടുള്ള ഒരു സംഭവമാണ് പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിയുടെ മരണം. അത് ഇപ്പോൾ 10 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 10 വർഷം പിന്നിട്ടിരിക്കുമ്പോൾ സർക്കാർ ആദ്യഘട്ടത്തിൽ നൽകിയ സഹായങ്ങൾ, വീട് വെച്ച് നൽകിയതുൾപ്പെടെയുള്ള സഹായങ്ങളുണ്ട്. പക്ഷേ ആ സഹായങ്ങളൊക്കെ ഉണ്ടായിട്ടും അവിടെ ഒന്ന് അന്തി ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആ നിയമ വിദ്യാർത്ഥിയുടെ അമ്മ ഇപ്പോൾ ഉള്ളത്. വളരെ ദുരിതപൂർണമായ ജീവിതമാണ് അവർ ഇപ്പോൾ നയിക്കുന്നത്. എന്താണ് ആ നിയമ വിദ്യാർത്ഥിയുടെ മരണത്തിന് ശേഷം ആ അമ്മയ്ക്ക് സംഭവിച്ചത്? അവർ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. കേരളം ഒരിക്കലും മറക്കാത്ത പേരാണ് ജിഷ. പെരുമ്പാവൂർ സ്വദേശിയായ ജിഷ അതിക്രൂരമായി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടിട്ട് 10 വർഷം തികയുന്നു. ജിഷയുടെ അമ്മ രാജേശ്വരിയും കുടുംബവും ഇപ്പോൾ എവിടെയാണെന്ന് അന്വേഷിച്ചിറങ്ങിയ ന്യൂസ് 18 സംഘം ആ യാത്ര അവസാനിപ്പിച്ചത് ഹൈക്കോർട്ടിലെ ബോട്ട് ജെട്ടിക്ക് മുന്നിലാണ്. എന്താണ് ജിഷയുടെ അമ്മയ്ക്ക് ഇവിടെ ആവശ്യമെന്നല്ലേ നമുക്ക് തന്നെ നേരിട്ട് ചോദിക്കാം. അമ്മയെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു, ഒരുപാട് പേരോട് ചോദിച്ചു. അവസാനം ഞങ്ങൾ ഇവിടെ എത്തിയത് ഈ ഹൈക്കോർട്ട് ബോട്ട് ജെട്ടിക്ക് മുന്നിലാണ്. ഇവിടെയാണിപ്പോൾ ഊണും ഉറക്കവും എന്നൊക്കെ അറിഞ്ഞു. വീട്ടിലിരിക്കാൻ പറ്റുള്ള മോനെ, മഴ പെയ്താൽ വെള്ളമാണ് മുഴുവനും. പിന്നെ എങ്ങനെ ഇരിക്കുന്നു പറയാൻ? നിങ്ങൾ എപ്പോഴും വെള്ളം കോരി പറ്റിക്കലാണ്. എനിക്ക് പണി മുറിയില്ല.
എങ്ങനെ ജീവിക്കുന്നു നിങ്ങൾ പറ. വിള്ളലും പൊട്ടലും വീണോടത്തി കൂടെയൊക്കെയാണ് വെള്ളം ഇറങ്ങണത്. അപ്പം അത് കാരണം ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ രാത്രിയൊക്കെ ഇരുന്ന് വെള്ളം കോരി പറ്റിക്കുകയില്ല. എപ്പോഴും പറ്റുമോ നമ്മൾ എന്താ ഈ പറയണം, മഴ പെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം കോരി പറ്റിക്കണം. കുറച്ച് വെള്ളമൊന്നുമല്ല, ഒരുപാട് വെള്ളമുണ്ടാവും. സർക്കാർ നിർമ്മിച്ചു തന്ന വീടല്ലേ? അതെ, സർക്കാർ നിർബന്ധിച്ച് തന്ന വീടാണ്. പിന്നീട് അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ? ഈ ഇതുമായി അധികൃതരോ ആരെങ്കിലും ഒക്കെ ബന്ധപ്പെട്ടോ? കളക്ടറോടൊക്കെ ചെന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വെള്ളമൊക്കെ കയറിക്കൊണ്ടിരിക്കുക സാറേ, എനിക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പണിത് താട്ടെ, എനിക്കിപ്പോൾ ഇവിടെ കിടക്കാൻ പറ്റില്ല, ആകെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞതാ. അപ്പോൾ സാറ് പറഞ്ഞു ദീപോട് അതിൻ്റെ ഫോട്ടോ എടുത്ത് സാറിനെ കൊണ്ടുവന്ന് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരേക്കും ആരും തിരിഞ്ഞു നോക്കുന്നില്ല അല്ലേ? അപ്പോ രാത്രിയൊക്കെ ഇവിടെ കിടക്കാൻ പേടിയാവില്ലേ? ഒരു എനിക്കൊന്ന് 11 മണിക്ക് ശേഷം ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ. ഉണ്ട്, പോലീസ് ഉണ്ട്, ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ ആരും ഇല്ലാതെ ഇരിക്കണില്ല. ഇവിടെയാണോ കിടന്നുറങ്ങുന്നത്? ഇവിടെ കിടന്നുറങ്ങും, ചിലപ്പോൾ ഉറങ്ങൂല. പകലൊക്കെ ഇച്ചിരി സമയം കണ്ണടച്ചിട്ട് പകലൊക്കെ കണ്ണുറന്നിരിക്കും, രാത്രിയൊക്കെ. കാരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പ്രശ്നം കാരണം കൊണ്ടാണ്. നമുക്ക് വീട് പാട്ടിനല്ല. വീട് പാട്ടിനാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ജീവിക്കാം. കൊച്ചിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരാണാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യിക്കാം. ഒരു മകൾക്കും അസുഖങ്ങളുണ്ടല്ലേ? അതെ, ഈ പെൺകൊച്ചിനെയും കൊണ്ട് എന്ത് ചെയ്യിക്കാനാ നമ്മള്? ആ കൊച്ചിന്റെ അസുഖ ചെറുക്കനും ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഞങ്ങള് തട്ടിയും മുട്ടിയൊക്കെ ജീവിച്ച് പോവുകയാണ്. എങ്ങനെയാണ് ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടമൊക്കെ ഇവിടെ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു? എന്ത് കച്ചവടമാണ് നടത്തുന്നത്? വരുമാനമൊക്കെ ഉണ്ടോ? എറണാകുളത്ത് ഞാൻ പോയി ഹൈക്കോടതി അവിടെ പോയി ഇട്ടപ്പൊട്ടി എടുക്കും. ഒരു പെട്ടിക്ക് ഇട്ടപ്പൊട്ടിക്ക് 240 രൂപ. അപ്പം അതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 20 രൂപ വെച്ച് വിൽക്കും. ഇപ്പം സുഖമില്ലാണ്ടൊക്കെ ആയതുകൊണ്ടാണ് വിൽക്കാതെയൊക്കെ ഇരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അപ്പം അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാനുള്ള പൈസ എന്തായാലും കിട്ടും. ആരോടും നമ്മൾ കുമ്പിടാൻ പോകണ്ടില്ല. പക്ഷേ താമസിക്കാൻ പറ്റാനുള്ള താമസിക്കാൻ പറ്റാണ്ട് വീടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും. അതിനിടയിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായെന്ന് തോന്നുന്നു അല്ലേ? ആശുപത്രിയിലൊന്ന് പോയിട്ട് ഞാൻ എന്താ പറയാ, ഇവിടെ ഓച്ചറയില് പോയിപ്പോ കായംകുളത്ത് വെച്ചൊന്ന് വീണു. സാറ് ആ ബസ്സിന്റെ ആള് പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു കുറെ ദിവസമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങാൻ നോക്കുമ്പോ സ്റ്റെപ്പിന് ഭയങ്കര പൊക്ക, താഴെ കുത്തനെയില്ല കാല്. എങ്ങനെയാണെന്നറിയില്ല, ഞാൻ ഇറങ്ങി തെറിച്ചു പോയി. അവിടെ കുറച്ച് ചെളിയും വെള്ളമൊക്കെ ഉണ്ടായി, അതിലൊക്കെ വീണ് പല്ലൊക്കെ കുറേയൊക്കെ കമ്പിയൊക്കെ ഇട്ട് കിട്ടിയേക്കണം. അപ്പോൾ അവർ 6 മാസത്തെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഒക്കെ ചെയ്തു വന്നാലാണ് നമുക്ക് പിന്നെ അവിടെ ഇവിടെ ഒക്കെ പതുക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ ഇറക്കും, അത്രേ ഉള്ളൂ. ഈ ജിഷയുടെ കേസും പിന്നീട് വിധിയൊക്കെ വന്നെങ്കിൽ പോലും അതിലൊന്നും തൃപ്തി ഇല്ലാത്തൊരവസ്ഥയല്ലേ? ജിഷയുടെ കേസൊന്നും അവർ മര്യാദക്കാക്കിയിട്ടില്ല. ഇതൊന്നും അവരാക്കിക്കണേ. പ്രതിനെ അവർ കൊന്നിട്ടുണ്ട് ഇത്രയും നാളായിട്ട്. ഇപ്പം 2-3 തവണ പറഞ്ഞു എത്രയും വേഗം കൊല്ലാൻ പോകും, എത്രയും വേഗം കൊല്ലാൻ പോകും. പിന്നെന്താ കൊല്ലാത്ത? പിന്നെന്താ കൊല്ലാത്ത? എൻ്റെ കൊച്ചിനെ കൊന്നവരെ. ഇപ്പോൾ ജിഷ കൊല്ലപ്പെട്ടിട്ട് ഇപ്പോൾ 10 വർഷമാകുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും സഹായം, അന്ന് എന്തെങ്കിലും സഹായങ്ങൾ പ്രഖ്യാപിച്ചിരുന്നോ? അന്ന് സാറ് പോയിപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ എൻ്റെ പേരിലാണ് ജനങ്ങൾ തന്ന പൈസ ഇട്ടിരിക്കുന്നത്. ആരുടെയാണ്? എന്റെയും കളക്ടറിന്റെയും പേരിൽ. എനിക്കറിയില്ലായിരുന്നു. സാറ് പറഞ്ഞപ്പോൾ ബാങ്കിൽ നിന്നുള്ളവരൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. പൈസ വയ്ക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആശുപത്രിയിലൊക്കെ കിടന്നപ്പോൾ ബില്ലൊക്കെ അടയ്ക്കാൻ അങ്ങനെ തരാൻ പറ്റില്ല ചേച്ചി, കളക്ടറിന്റെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ എന്താ പറയാ,
പൈസ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. സാറ് പറഞ്ഞു 10 കൊല്ലം കഴിഞ്ഞിട്ട് 10 കൊല്ലാകുമ്പോൾ തരാമെന്നാണ് സാറ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ പണം കിട്ടാൻ സമയമായി അല്ലേ? ആ, അങ്ങനെയാണ് അതിന്റെ ശരിക്കുള്ള തെളിവ്. പൈസ കിട്ടിയിട്ട് വേണം വീട് ശരിയാക്കാൻ. വീട് ശരിയാക്കാൻ അന്ന് ഞാൻ ഇച്ചിരി പൈസ ചോദിച്ചിരുന്നു. അപ്പൊ അവരോർത്തു നമ്മൾ അഹംഭാവം കൊണ്ട് പൈസ വെച്ചെന്നാണ് അവരെയൊക്കെ തോന്നല്. പക്ഷെ ഈ വെള്ളമൊക്കെ ഇങ്ങനെ പൊട്ടി ഒഴുകണത് കൊണ്ടാണ്. നിങ്ങൾ കാണണം അതിൻ്റെ ഉള്ളിൽ വന്ന് നിന്നൊരു മഴ പെയ്യുമ്പോൾ. ആ മഴ പെയ്യുമ്പോൾ ആ വെള്ളം എങ്ങോട്ടാ പോണേന്നും ആ വെള്ളം എവിടെയാ ചാടണേന്നും ഞാൻ എന്താ ചെയ്യണേന്നൊക്കെ നിങ്ങൾ കാണണം. ഈ ഹൈക്കോട്ട് ബോട്ട് ജെട്ടിക്ക് സമീപത്തുള്ള ഈ തറയിലാണ് അവർ കിടക്കുന്നത്. അവർക്ക് കൂട്ടായി 2 നായകളുമുണ്ട്. ഇവിടുത്തെ ആളുകളും പോലീസുകാരും മറ്റുമൊക്കെയാണ് ഇവരെ പല രീതികളിലുമൊക്കെ സഹായം നൽകുന്നതും ആഹാരം മേടിച്ച് നൽകുന്നതുമൊക്കെ. പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ജിഷിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അമ്മ രാജേശ്വരി ഇപ്പോഴും പറയുന്നത്. ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. മകൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്നതാണ് അമ്മ പറയുന്നത്. ഇപ്പോഴും ദുരിത ജീവിതം തന്നെയാണ്. നേരത്തെയും ദുരിത ജീവിതം, ഇപ്പോഴും ദുരിത ജീവിതം. ആ വലിയ ദുരന്തത്തിന് ശേഷവും പ്രഖ്യാപിക്കപ്പെട്ട സഹായങ്ങൾ പോലും അവരുടെ ദുരിതത്തിന് അറുതി വരുത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രവുമല്ല, നൽകിയ വീട് പോലും ഉപയോഗയോഗ്യമായില്ല എന്നവർ പറയുന്നു. നീതി കിട്ടിയില്ല, ആ പ്രതി ഇപ്പോഴും ജീവിക്കുകയല്ലേ എന്നുകൂടി അമ്മ ചോദിക്കുന്നു. പല പീഡന കേസുകളിലും പ്രതികളുടെ അവസ്ഥയും ഇരകളുടെ അവസ്ഥയും അവരുടെ ബന്ധുക്കളുടെ അവസ്ഥയും സമാനമാണ് എന്നതുകൂടി ഈ അനുഭവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.